വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ 2.0. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ. വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ആകെ തളർന്നായിരുന്നു രുദ്രൻ വീട്ടിലേക്ക് കയറി വന്നത്. അകത്തേക്ക് കയറിയതും അവനെ കാത്തിരുന്നത് പോലെ ജയദേവൻ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ ദേഷ്യം മറച്ചു വെച്ച് അയാളെ നോക്കി. രുദ്ര, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. വല്ലിച്ച, ഞാൻ അത്ര ഓക്കെ അല്ല, നമുക്ക് നാളെ സംസാരിക്കാം പോരെ? രുദ്രൻ മുഷിച്ചിലോടെ പറഞ്ഞു. പക്ഷേ അത് ജയദേവൻ സമ്മതിക്കാതെ. രുദ്ര, അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങൾക്കുമില്ലേ അവകാശം? ജയദേവന്റെ വാക്കുകൾക്ക് പക്ഷേ മറുപടി നൽകാതെ അവൻ തന്റെ ബാഗ് സൈഡിലേക്ക് വെച്ചിട്ട് അവിടെയുള്ള സോഫയിലിരുന്നു. എന്നിട്ട് അയാളെ ഒന്ന് നോക്കി. ജയദേവനും അവൻ അടുത്തായുള്ള സോഫയിലിരുന്നു. എന്നിട്ട് ശാന്തമായിട്ട്, രുദ്ര, നീ ഒന്നും പറഞ്ഞില്ല. വല്ലിച്ച, 3 വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശി എല്ലാവരുടെയും വീതം തന്നതല്ലേ, പിന്നെ എന്ത് വീതത്തിന്റെ കാര്യമാണ് പറയുന്നത്? അല്ല, മോന്റെ അമ്മ. മനസ്സിലായില്ല. പിഴച്ചു പെറ്റവന് തന്തേ തളയില്ലല്ലോ അല്ലേ? പിന്നെ ഏതമ്മ? രുദ്രൻ പുച്ഛം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ജയന്റെ മുഖത്ത് ചമ്മൽ അനുഭവപ്പെട്ടു. കാരണം ഈ വാക്കുകൾ അയാൾ രുദ്രനോട് പറഞ്ഞതാണ്. ആ വാക്കുകൾ തിരിച്ചു പറയുമ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അയാളുടെ അവസ്ഥയിൽ രുദ്രന്റെ പരിഹാസം സഹിച്ചുകൊണ്ട് തന്നെ അയാൾ തുടർന്നു. അല്ല, എന്റെ അനിയത്തി സീത, അവളുടെ പതർച്ചയോടെ പറയുന്ന ജയനെ നോക്കിക്കൊണ്ട് രുദ്രൻ, അവരുടെ കാര്യം ഞാൻ എങ്ങനെയാണ് വല്ലിച്ച അറിയുന്നത്? പിന്നെ ഈ പറയുന്നവരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവരുടെ സ്വത്തിനു വേണ്ടി സംസാരിക്കുന്നത്? പിന്നെ മുത്തശ്ശി അവർക്ക് വേണ്ടി കാത്തുവെച്ച ഒന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് നേരിട്ട് വന്ന് വാങ്ങാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ അനിയത്തിയോട്. എന്നിട്ട് നിങ്ങൾ വീതം വാങ്ങുകയോ വെക്കുകയോ എല്ലാം ചെയ്തു. എന്നാ ശരി. അത്രയും പറഞ്ഞു രുദ്രൻ അവരുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതിനു മുമ്പ് തിരിഞ്ഞ് എല്ലാവരെയും നോക്കിക്കൊണ്ട്, പിന്നെ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. ഇഷയെ കാണുമ്പോൾ ഓരോരുത്തർ കാണിക്കുന്ന ചില കാര്യങ്ങൾ, അത് തുടർന്നാൽ അറിയാലോ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്നു മാത്രം ഓർക്കുക, അവൾ രുദ്രന്റെ പെണ്ണാണ്, എന്റെ ജീവൻ. അത്രയും പറഞ്ഞ് അവൻ നിർത്തി. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. തന്റെ നോക്കി നിൽക്കുന്ന കണ്ണുകളെ വകവയ്ക്കാതെ സ്റ്റെപ്പ് കയറി അകത്തേക്ക് വന്ന രുദ്രൻ തന്റെ റൂമിന് മുന്നിൽ കുറച്ച് നിമിഷം നിന്നു. എന്നിട്ട് അകത്തേക്ക് കയറി. ആ നിമിഷം തന്നെയാണ് യശ് ബാത്റൂമിൽ നിന്ന് കയ്യിലൊരു ടവലായി പുറത്തേക്ക് വന്നത്. പെട്ടെന്നായതിന് ഇരുവരുടെ കണ്ണുകളൊന്നും ഇടഞ്ഞു. പക്ഷെ ഇഷ രുദ്രനെ നോക്കാതെ വീട്ടിലേക്ക് പോയി കിടന്നു. രുദ്രൻ കുറച്ചു സമയം അവളെ നോക്കി നിന്നു. എന്നിട്ട് വാതിലടച്ചു അവളുടെ അടുത്ത് ചെന്ന് പതിയെ വിളിച്ചു. ഇഷ, ഇഷ പ്ലീസ്. ഇല്ല രുദ്രൻ, വിട്. ഇഷ അവനെ തട്ടി എറിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. രുദ്രൻ ഞെട്ടിക്കൊണ്ട് അവളെ വിളിച്ചു. ഇഷ, ഇനി എന്നെ അനുവാദമില്ലാതെ നീ എന്നെ തൊടരുത്. കാരണം എന്താ? ഇഷ, നീ കാര്യം പറ. രുദ്രൻ അക്ഷരാർത്ഥം അവളോട് കേഴുകയായിരുന്നു. പക്ഷെ ഇഷ രുദ്രനോട് ചീറി. രുദ്ര, നിനക്ക് എന്നോട് എന്തായിരുന്നു പറ. ഇഷ, ഞാൻ. രുദ്രൻ വാക്കുകൾ കിട്ടാതെ ഉഴറി. വേണ്ട, എന്നിൽ നിന്നെല്ലാം നീ സ്വന്തമാക്കിയിട്ട് അവസാനം വിവാഹം എന്ന പേരിൽ നിന്റെ ബെഡ്റൂമിൽ നിന്റെ ആവശ്യത്തിന്, അല്ലേ അല്ലേ? രുദ്രൻ ഇഷയെ മറുപടി ഇല്ലാതെ നോക്കിയിരുന്നു. ഇഷ തുടർന്നു. എന്നിട്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ് നിനക്ക് എന്നോടുള്ള പ്രണയം വെളിയിൽ വന്നത്. ആണോ? ആണോന്ന്? അന്നച്ഛന്റെ എല്ലാ സമ്പാദ്യവും എല്ലാം കൈവിട്ടു പോകുമ്പോൾ ഞാൻ കയറി ഇറങ്ങിയത് നീ അറിഞ്ഞില്ലേ? പലരും എനിക്ക് പലരും
എനിക്ക് വില പറഞ്ഞത് നീ അറിഞ്ഞില്ലേ? എന്റെ എന്നെ അവരുടെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചത് നീ അറിഞ്ഞില്ലേ എന്ന്? എന്നിട്ട് ഇപ്പോൾ ഒരു പ്രണയം. എനിക്ക് വേണ്ട. നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നതാണ് ഇഷ്ടം. അതാണ് അതാണ് നിനക്ക് വേണ്ടതെങ്കിൽ വാ, എന്നെ തൊട്ടോ, നിന്റെ ആവശ്യം തീരുന്നത് വരെ. രുദ്രൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. വേണ്ട, നീ എനിക്കൊപ്പം ഉണ്ടായാൽ മതി. അതിന് പുച്ഛം നിറഞ്ഞ ഭാവത്തോടെ. കൊള്ളാം രുദ്ര. പിന്നെ നീ പറഞ്ഞില്ലേ നിനക്ക് എന്നോടുള്ള പ്രണയത്തെ പറ്റി? അതിന് പ്രണയം എന്നല്ല രുദ്ര, അതാണല്ല കാമം. അതിനാണ് നീ എന്നെ. രുദ്രൻ പെട്ടെന്ന് തന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട്. ഇഷ പ്ലീസ്, അറിയാം എനിക്ക്, പക്ഷെ എനിക്ക് നിന്നോട് മതി. എന്റെ തെറ്റ് തന്നെയാണ്. ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല. നീ അറിയിക്കോ. അത്രയും പറഞ്ഞ് രുദ്രൻ പോകുമ്പോൾ ഇഷ ദേഷ്യത്തോടെ അവനെ നോക്കി. എന്നിട്ട് ബെഡിലേക്ക് കിടന്നു. ഇതേ സമയം അവൻ ബാത്റൂമിൽ കയറി നിന്ന് കണ്ണുകൾ അടച്ചു നിന്ന് അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്ന ശേഷം മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഫ്രഷായി പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ഇഷ കിടന്നിരുന്നു. അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് രുദ്രൻ ബെഡിലേക്ക് കിടന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ ഇഷയിൽ നിന്ന് ഒരുപാട് അകലം വന്നത് അവൻ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു. അതറിഞ്ഞ പോലെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പിറ്റേ ദിവസം രുദ്രൻ റെഡിയായി ഇറങ്ങാൻ തുടങ്ങുകയാണ്. എന്നും അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇഷയുടെ അഭാവം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. രുദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ കട്ടിലിരുന്ന് ഫോണിൽ നോക്കുകയാണ് ഇഷ. തന്നെ അറിയാതെ പോലും അവൾ നോക്കുന്നില്ല. അത് കാണവേ രുദ്രന്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞു. ഫോണിൽ നോക്കിയിരിക്കുന്ന ഇഷയ്ക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു. അതറിഞ്ഞ ഇഷ ദേഷ്യപ്പെടാനായി മുഖമുയർത്തിയത് അവൾ കണ്ടത് ചിരിയോടെ നിൽക്കുന്ന രുദ്രനെയാണ്. ആ പ്രളയം നിറഞ്ഞ മുഖം കണ്ടത് ഇഷയ്ക്ക് ഒന്നും പറയാൻ കഴിയാത്ത പോലെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. അവളുടെ നോട്ടം കണ്ട് ചിരിയോടെ രുദ്രൻ അവളുടെ കവിളിലായി തട്ടിക്കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ. എനിക്ക് നിന്നോട് ആ സമയങ്ങളിൽ ദേഷ്യം തന്നെയായിരുന്നു. പക്ഷെ നിന്നെ മോശമായി നോക്കുകയോ അങ്ങനെയെല്ലാം ചെയ്തവർ, അവരെ ഞാൻ നേരെ നടക്കാൻ പോലും സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അത്രയും പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ തട്ടി പുറത്തേക്ക് പോകുമ്പോൾ ഇഷയുടെ ചെറു പുഞ്ചിരി തെളിഞ്ഞു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം രുദ്രൻ ഓഫീസിൽ പോയതിനാൽ ഇഷ ഭക്ഷണം കഴിക്കാൻ മാത്രമേ അവൾ താഴേക്ക് വന്നിരുന്നുള്ളൂ. ബാക്കി സമയങ്ങളിലെല്ലാം അവൾ തന്റെ റൂമിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ വാതിൽ ആരോ തട്ടുന്നത് അറിഞ്ഞത്. വാതിൽ തുറന്നു നോക്കി ഇഷ കാണുന്നത് നിത്യയായിരുന്നു. സന്തോഷത്തോടെ തന്നെ ഇഷ അവളെ തന്റെ റൂമിലേക്ക് കൂട്ടി. കുറച്ചു നേരം പല കാര്യങ്ങളും സംസാരിച്ച് അവരിരുവരും ഇപ്പോൾ ബാൽക്കണിയിലാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് നിത്യ അവളോടായി പറഞ്ഞത്. ഇഷ, രുദ്രേട്ടൻ പാവമാണ്. അവൾ പറയുന്നത് കേട്ട് ഇഷ ചിരിയോടെ, നിത്യ, രുദ്രനെ എനിക്കറിയാം. ഇത് ചെറിയൊരു ഡോസാണ്. അതിപ്പോൾ ആവശ്യമാണ്. നീ വിഷമിക്കണ്ട. നിന്റെ ഏട്ടനെ ഒരുപാട് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഇഷ, നിത്യയ്ക്ക് ഇഷയുടെ വാക്കുകൾ കേട്ട് അവൾ ഇഷയെ വല്ലായ്മയോടെ വിളിച്ചു. അതിന് മറുപടിയോടെ ഒരു ചിരിയോടെ തന്നെ അവൾ മറുപടി നൽകി. അറിയാം, അവൻ എന്നോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാനും അവനെ ചതിച്ചു എന്ന ചിന്തയാണ് അവനെ ഇങ്ങനെ. എത്ര ദേഷ്യക്കാരനാണ് എന്ന് പറഞ്ഞാലും ഒരുപാട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് അവന്റെ ഉള്ളിലുണ്ട്. ആ കുഞ്ഞിനെ എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇഷയുടെ വാക്കുകൾ കേട്ടതും സന്തോഷത്തോടെ നിത്യ അവളെ കെട്ടിപ്പിടിച്ചു. അല്ല, എനിക്കൊരു ഡൗട്ട്. ഇഷ ചിരിയോടെ ചോദിക്കുന്നത് കേട്ട നിത്യ, എന്താണ്? അല്ല, രുദ്രൻ എന്തായാലും
ഇത് തന്നോട് പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ആര് ഇത്? നിത്യ ഒന്ന് പതറി. അതേ പതർച്ചയോടെ അവൾ പറഞ്ഞു, അത് വിഷ്ണുവായിട്ട് പറഞ്ഞു. തോന്നി. അല്ല, രുദ്രൻ അറിയോ ഈ ലൈൻ വളി? അയ്യോ ഇല്ല, നിത്യ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ? ഈശ സംശയത്തോടെ ചോദിച്ചു. രുദ്രേട്ടനെന്നല്ല, ആൾക്കും അറിയില്ല. ആർക്ക്? വിഷ്ണുവിനോ? ഈശ ആശ്ചര്യത്തോടെ ചോദിച്ചു. ആ, അതെന്താ? എന്നെ അക്സെപ്റ്റ് ചെയ്യില്ലയോ എന്നൊരു തോന്നൽ. നിത്യ പതർച്ചയോടെ ഇഷയോട് പറഞ്ഞു. അത്ഭുതം തോന്നിയെങ്കിലും ഇഷ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ നിത്യയുടെ അരികിലേക്ക് നീങ്ങി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? പ്രണയം പറയാൻ പേടിക്കരുത്. ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് മറ്റൊരാളാൽ നമ്മൾ സ്നേഹിക്കപ്പെടുക എന്നത്. അങ്ങനെയുള്ളപ്പോൾ അത് പറയാൻ നമുക്കും അറിയാൻ അവർക്കും അവകാശമുണ്ട്. പിന്നെ നമുക്ക് സ്നേഹിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ അവർക്കും നമ്മളെ സ്നേഹിക്കണം എന്ന് തീരുമാനിക്കാനുമുള്ള അവകാശമുണ്ട്. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. എന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈശയുടെ വാക്കുകൾ കേട്ട നിത്യ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈശയെ നോക്കിക്കൊണ്ടിരുന്നു. നന്ദിയോടെ, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ സ്നേഹം തനിക്ക് തന്നതിലുണ്ട്. അപ്പോൾ തുടരുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കും. ആക്ച്വലി എനിക്ക് സ്റ്റോറി ഇടണമെന്നുണ്ട്. എൻ്റെ ഫോൺ എൻ്റെ മോൻ എന്നെടുത്ത് കളിച്ചതുകൊണ്ട് ഡിസ്പ്ലേയുടെ സൈഡ് പൊട്ടി. എന്നാലും ഞാൻ കഥ ഇടും. നിങ്ങളുടെ ഈ കമൻസുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ ഈ ബൂസ്റ്റൊക്കെ കുടിക്കൂലേ, അതുപോലെ എനർജിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ കമൻസ് ഒക്കെ എടുത്ത് വായിക്കും കേട്ടോ. ഞാൻ എല്ലാവരെയും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരെയും. എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പേരെ. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഞാൻ ആഗ്രഹിച്ച എൻ്റെ സ്വപ്നത്തിലോട്ട് എത്തിക്കാൻ ഓരോ നിമിഷവും നിങ്ങൾ കാണുന്നത് എനിക്ക് നിങ്ങൾ തരുന്ന ചെറിയൊരു എഫേർട്ട് എന്ന് വെച്ചാൽ ഒരു കമൻ്റ് ഇടാൻ അതൊരു കുഞ്ഞു എഫേർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടി. അതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ, എൻ്റെ ഉയർച്ചയിൽ കൂടെ നിൽക്കുന്ന നിങ്ങളെ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ. അപ്പോൾ നാളെ കാണാം അടുത്ത ഭാഗവുമായി. തുടരുന്നു. ഞാൻ കാത്തിരിക്കും നിങ്ങളുടെ കമൻറ്റുകൾക്കായി.